പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന നമ്മുടെ അനുദിന സന്ധ്യാതിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സന്ധ്യാതിരുവചന ധ്യാനവാക്യം സദൃശ്യവാക്യങ്ങൾ 20-ാം അധ്യായം 7-ാം വാക്യമാണ്. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ സന്ധ്യയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളിൽ നിന്നും അല്പനേരം മാറി നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ശാന്തമായിരിക്കാം. ഇന്നു നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നന്ദി പറയാം. നമ്മുടെ വീഴ്ചകൾക്ക് നമുക്ക് ക്ഷമ ചോദിക്കാം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമാതാവായ മറിയത്തിന്റെ മധ്യസ്ഥതയോടും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടും കൂടെ ഈ സന്ധ്യാധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ സന്ധ്യാതിരുവചനം വളരെ ചെറിയ ഒരു വാക്യമാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ കഴിയുന്ന വലിയ ഒരു സത്യമുണ്ട്. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ആമേൻ. ഇവിടെ ദൈവം നമ്മോട് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം അവനിൽ മാത്രം അവസാനിക്കുന്നില്ല എന്ന ആ വലിയ സത്യമാണ്. നമ്മുടെ ജീവിതം നമ്മുടെ മക്കളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്നവരിലേക്കും സ്വാധീനം ചെലുത്തുന്നു എന്ന ആ ഒരു വലിയ സത്യം നാം ഈ തിരുവചന വാക്യത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ദൈവത്തിന്റെ മുൻപിൽ എങ്ങനെ ജീവിക്കുന്നു എന്നത് നമ്മുടെ മക്കൾ കാണുന്നുണ്ട്. നാം പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നു, നാം ക്ഷമിക്കുന്നത് അവർ കാണുന്നു, നാം സത്യസന്ധമായി ജീവിക്കുന്നത് അവർ കാണുന്നു. അതുപോലെ തന്നെ നാം കോപിക്കുന്നതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും തെറ്റായ വഴികളിലൂടെ നാം പോകുന്നതും അവർ കാണുന്നു. അതുകൊണ്ട് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ പാരമ്പര്യം പണമോ സ്വത്തോ അല്ല, അത് ദൈവഭയമുള്ള ഒരു ജീവിതമാണ്. പരമാർത്ഥതയിൽ നടക്കുക. പരമാർത്ഥത എന്ന വാക്കിന് വളരെ ആഴമുള്ള അർത്ഥമുണ്ട്. പുറത്ത് ഒരു രൂപവും ഉള്ളിൽ മറ്റൊരു രൂപവുമായിരിക്കരുത്. മനുഷ്യരുടെ മുൻപിൽ നല്ലവനായി തോന്നുകയും ദൈവത്തിന്റെ മുൻപിൽ ഹൃദയം ശൂന്യമായിരിക്കുകയും ചെയ്യരുത്. ദൈവം നോക്കുന്നത് നമ്മുടെ മുഖത്തെയല്ല, നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മുടെ വീട്ടിൽ ആരും കാണാത്ത സമയത്തും നാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ആരും അറിയില്ല എന്ന് കരുതി ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ദൈവം കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ വാക്കുകളിലും നമ്മുടെ ഇടപാടുകളിലും കുടുംബ ബന്ധങ്ങളിലും ജോലിസ്ഥലത്തും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ നാം പരമാർത്ഥത പാലിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ആത്മപരിശോധന. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വീടുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് വലിയ സമ്പത്തല്ല, ദൈവസന്നിധിയിൽ നിൽക്കുന്ന മാതാപിതാക്കളാണ്. ഒരപ്പൻ മക്കളുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ
മകൻ ആ പ്രാർത്ഥന കേട്ടു പഠിക്കുന്നു, അവൻ അത് കണ്ടു പഠിക്കുന്നു. ഒരമ്മ ദുഃഖത്തിൽ പോലും ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ മകൾ വിശ്വാസം പഠിക്കുന്നു. വിശ്വാസം തലമുറകളിലേക്ക് നമ്മൾ കൈമാറുന്നു. മാതാപിതാക്കൾ തെറ്റു ചെയ്താൽ മക്കളോട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവർ വിനയം എന്താണ് എന്ന് പഠിക്കുന്നു. ഒരു കുടുംബം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ കുട്ടികൾ നന്ദി പഠിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം ഒരു വിശ്വാസ ജീവിതത്തിന്റെ മാതൃകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം എത്രയോ കാര്യങ്ങൾ സമ്പാദിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇന്ന് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എത്രമാത്രം വിശ്വാസത്തിന്റെ പാരമ്പര്യം ഒരുക്കുന്നു എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, ഈ സന്ധ്യയിൽ നമുക്കൊരു ആത്മീയ തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ സാക്ഷീകരിക്കുന്ന ഒരു ജീവിതം നയിക്കട്ടെ. നാളെ മുതലല്ല, ഇന്നു മുതൽ ഈ രാത്രിയിൽ നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ പ്രാർത്ഥന ആരംഭിക്കാം. മക്കളോടൊപ്പം കുറച്ചു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുടുംബത്തിൽ തകർന്നുപോയ ഒരു ബന്ധമുണ്ടെങ്കിൽ ആദ്യ ചുവടുവെപ്പ് നമുക്ക് തന്നെ എടുക്കാം. ക്ഷമിക്കേണ്ട ഒരാളോട് നമുക്ക് ക്ഷമിക്കാം. തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിക്കാം. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതവും പഠിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്റെ തിരുമുൻപിലേക്ക് കടന്നു വരുന്നു. പരമാർത്ഥതയിൽ നടക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിലെ കപടതകളെ നീക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അവരുടെ ജീവിതത്തിൽ നല്ല വഴികാട്ടികളെ നൽകണമേ. ഞങ്ങളുടെ മക്കൾ ലോകത്തിന്റെ തെറ്റായ വഴികളിലേക്ക് വഴുതി പോകാതെ സത്യത്തിന്റെയും നീതിയുടെയും വിശ്വാസത്തിന്റെയും വഴിയിൽ അവർ നടക്കുവാൻ തമ്പുരാനെ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ മക്കൾക്ക് ഒരു നല്ല മാതൃകയാകട്ടെ. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഞങ്ങളുടെ വീട്ടിൽ സ്നേഹം നിറയട്ടെ. ഞങ്ങളുടെ വീടുകളിൽ ക്ഷമ നിറയട്ടെ. ഞങ്ങളുടെ വീടുകളിൽ നിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ഞങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ ഞങ്ങൾ ജീവിക്കുന്ന വിശ്വാസം ഞങ്ങളുടെ മക്കൾക്ക് പാരമ്പര്യമായി നൽകുവാൻ സംഗതിയാകുമാറാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ ഉയർത്തണമേ. നീതിയുടെ വഴിയിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധ ദൈവമാതാവായ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ രാത്രി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബം നിനക്കുള്ളതാകട്ടെ. ഞങ്ങളുടെ മക്കൾ നിനക്കുള്ളവരാകട്ടെ. ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിനായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനം ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. നാം ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറും. ഈ സന്ധ്യയിൽ കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ വീടുകളിലും നിറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.